1986 മുതൽ 2009 വരെയുള്ള സിനിമാ ജീവിതത്തിൽ തിരക്കഥാകൃത്തായും സംവിധായകനായും അഭിനേതാവായും 50നോടടുത്ത സിനിമകൾ ചെയ്തുവെച്ച ഓരോ സിനിമയും തൻ്റെ കയ്യൊപ്പ് ചേർത്ത് വെച്ച് മലയാളികൾക്ക് സമ്മാനിച്ച അതുല്യ കലാകാരൻ. അതെ, പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ സ്വന്തം ലോഹിതദാസിനെ കുറിച്ചാണ്. പുരുഷ മേൽക്കോയ്മയ്ക്കുമേൽ കഥകൾ പിറന്നിരുന്ന കാലഘട്ടത്തിൽ ഓരോ സിനിമയിലും തൻ്റെ ഓരോ കഥകളിലും നായകനൊപ്പം തന്നെ അല്ലെങ്കിൽ നായകനേക്കാൾ നമ്മൾ ഓർത്തു വെക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടതാകുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. AK ലോഹിതദാസിൻ്റെ ഭാവനയിലെ സ്ത്രീകൾ ഓരോ സ്ത്രീത്വത്തിൻ്റെയും യഥാർത്ഥമായ ദൃശ്യാവിഷ്കാരമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ധൈര്യവും തൻ്റെടവും, വിരഹവും പ്രണയവും, കുട്ടിത്തവും കുറുമ്പും, നാണവും നിഷ്കളങ്കതയും ചേർന്ന വ്യത്യസ്തങ്ങളായ സ്ത്രീ കഥാപാത്രങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാനു. 98-ൽ പുറത്തിറങ്ങിയ മലയാളികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇന്നും മുൻപന്തിയിൽ നിൽക്കുന്ന, ഓരോ നായികമാർക്കും ഇന്നും അഭിനയിച്ചു തീർക്കാൻ ആഗ്രഹം തോന്നിക്കുന്ന മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയുടെ ഏറ്റവും മികച്ച കഥാപാത്രം. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി ചെറുപ്രായത്തിൽ തൻ്റെ ദുഃഖങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കാൻ പഠിച്ച, പൊടിയും വിയർപ്പും നിറഞ്ഞ മുഖത്ത് ഒരു പരിഹാസ ചിരി മാത്രം നിലനിർത്തിയ ഭാനു. അവൾ തൻ്റെ കണ്ണീരൊപ്പാൻ ആരെയും ക്ഷണിച്ചില്ല. എല്ലാം സ്വയം ഏറ്റെടുത്ത് ഒരു കൊച്ചുമകളായി, ചേച്ചിയായി, കുടുംബനാഥയായി ധൈര്യം കൈവിടാതെ ജീവിച്ച ഉശിരുള്ള പെണ്ണ് ഭാനു. ഒടുക്കം അപരിചിതനായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിശ്വനാഥനിൽ അവൾ തൻ്റെ ഉള്ളിലെ പ്രണയവും വിരഹവും കണ്ണീരായി പെയ്തു തീർക്കുന്നു. അതെ, ഭാനു ഒരിക്കലും കാലഹരണപ്പെട്ടു പോകാത്ത റിയലിസ്റ്റിക്കായ ജീവിതം വരച്ചു കാട്ടിയ ലോഹിതദാസിൻ്റെ കഥാപാത്രം. മഹായാനം എന്ന ചിത്രത്തിലെ രാജമ്മയിലും, ചകോരത്തിലെ ശാരദയിലും, പാതയത്തിലെ അനിതയിലും ഭാനുവിൻ്റെ നേരിയ സമാനതകൾ ഉൾക്കൊള്ളുന്ന പുരുഷൻ്റെ വികാരങ്ങളിൽ സ്വയം കീഴടങ്ങേണ്ടി വന്ന സ്ത്രീകളെയാണ് ലോഹി എഴുതി വെക്കുന്നത്. എന്നാൽ 2003-ൽ പുറത്തിറങ്ങിയ കസ്തൂരിമാനിലെ മീര ജാസ്മിൻ അവതരിപ്പിച്ച പ്രിയംവദ ഇവരിൽ നിന്ന് അല്പം വ്യത്യസ്തയാണ്. അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവസ്ഥകളും ഒരിക്കൽ പോലും അവളുടെ പ്രതീക്ഷകളെയോ ധൈര്യത്തെയോ പോറലേൽപ്പിച്ചിട്ടില്ല. വീട്ടുജോലികൾ ചെയ്ത് സമ്പാദിച്ച് സമാധാനം കണ്ടെത്താൻ, സന്തോഷിക്കാൻ കോളേജിലെത്തുന്ന പ്രിയംവദ. ജീവിതവും പ്രണയവും അവൾക്ക് പലപ്പോഴായി നിരാശ നൽകുമ്പോഴും ധൈര്യം കൈവിടാതെ അവളായി തന്നെ ഒടുക്കം വരെ നിന്നവൾ. പ്രിയംവദയെപ്പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൈവിടാതെ തൻ്റെ ഇടത്തോടെ ജീവിച്ച് സമാനമായ കഥാപാത്രങ്ങളാണ് 2001-ൽ പുറത്തിറങ്ങിയ സൂത്രധാരനിലെ ദേവമ്മയും 97-ൽ പുറത്തിറങ്ങിയ ഭൂതക്കണ്ണാടിയിലെ സരോജിനിയും. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഏറ്റവും അപ്രസക്തമായി പോയ ലോഹിതദാസിന്റെ നായികമാരാകാം. അദ്ദേഹത്തിന്റെ രചനയിലും സംവിധാനത്തിലും തെളിഞ്ഞു വരുന്നത് ഒരു വശത്ത് ധൈര്യവും തൻ്റെടവും നിറഞ്ഞ സ്ത്രീകളാണെങ്കിൽ മറുവശത്ത് സർവം സഹയായ സ്ത്രീ കഥാപാത്രങ്ങളാണ്. 1990-ൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ കുട്ടേട്ടനിലെ സീതയിൽ ഒരു ഭാര്യയുടെ ഏറ്റവും ദുർബലമായ പ്രതിച്ഛായയുണ്ട്. കുട്ടികളില്ലാത്ത കുറ്റബോധത്തിൽ ജീവിക്കുന്ന അവർക്ക് ഭർത്താവിൽ മറ്റൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്ന വാർത്ത ആദ്യം വിഷമം നൽകുമെങ്കിലും എല്ലാം മറന്ന് ആരോടും പരാതിയില്ലാതെ അവർ അയാളോട് ക്ഷമിക്കുന്നു, അയാളോടൊപ്പം ജീവിക്കുന്നു. വാത്സല്യത്തിലെ മാലതിയിലും എഴുതാപ്പുറങ്ങളിലെ സീതയിലും ഇത്തരത്തിൽ അടക്കപ്പെട്ട പരാതികളും പരിഭവങ്ങളുമില്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. ഒരേ സിനിമയിൽ രണ്ടു വ്യത്യസ്തങ്ങളായ സ്ത്രീകളെ മനോഹരമാക്കി അവതരിപ്പിച്ച ചിത്രങ്ങളാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത ലോഹിയുടെ രചനയിൽ പിറന്ന കമലദളവും ഭരതവും. നിഷ്കളങ്കമായ, ഒന്നിനെക്കുറിച്ചും ആകുലതകളില്ലാത്ത ജീവിതം പ്രണയത്തിനു വേണ്ടി മാത്രം മാറ്റിവെച്ച പാർവതിയുടെ സുമംഗലയും, നർത്തകി എന്ന ധാർഷ്ട്യത്തിൽ നിന്ന് തന്നെ പരിഹസിച്ച, തെറ്റിത്തിരുത്തി തന്ന അധ്യാപകനോട് പ്രണയത്തിനപ്പുറം, ആരാധനയ്ക്കപ്പുറം ഒരിഷ്ടം തോന്നിയ മോനിഷയുടെ മാളവികയും ഒരേ കഥയിലൂടെ കടന്നുപോകുന്ന സ്ത്രീത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഭരതത്തിലെ ദേവിയും രമണിയും. ഭർത്താവിനൊപ്പം ദുഃഖത്തിലും സന്തോഷത്തിലും കൈത്താങ്ങായി അയാളെ മനസ്സിലാക്കി ധൈര്യം നൽകി ജീവിക്കുന്ന ഉർവശിയുടെ ദേവി എന്ന കഥാപാത്രവും, മദ്യപാനിയായ ഭർത്താവിൻ്റെ പ്രവർത്തികളിൽ മനം നൊന്ത് തരം താഴ്ത്തപ്പെട്ടു പോയ, എല്ലാം സഹിച്ച് വീണ്ടും അയാളെ ദൈവമായി കണ്ട് സ്നേഹിക്കുന്ന ലക്ഷ്മിയുടെ രമണിയും ഭാരതത്തിലൂടെ ലോഹിതദാസ് മലയാളികളിലേക്ക് എത്തിച്ച സ്ത്രൈണതയുടെ മനോഹരമായ കാഴ്ചപ്പാടുകളാണ്. അമരത്തിലെ രാധയിലും ചന്ദ്രികയിലും, ജോക്കറിലെ സുശീലയിലും വനജയിലും, തൂവൽ കൊട്ടാരത്തിലെ ദേവപ്രഭയിലും സുജാതയിലും എല്ലാം കാണുന്നത് ഒരേ കഥയിലെ നമുക്ക് പ്രിയപ്പെട്ടതാവുന്ന രണ്ട് തരം കഥാപാത്രങ്ങളെയാണ്. സ്ത്രീഭാവങ്ങളെക്കുറിച്ചുള്ള ലോഹിതദാസിന്റെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ലെങ്കിലും കനൽക്കാറ്റിലെ ഓമനയെയും, വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ഭാവനയെയും, വെങ്കലത്തിലെ തങ്കത്തിനെയും ഓർക്കാതെ പോകുന്നത് എങ്ങനെയാണ്? AK ലോഹിതദാസ് എന്ന സംവിധായകന്റെ സിനിമകൾ, കഥകൾ ഒരു അടയാളപ്പെടുത്തലാണ്.
ആണാധിപത്യത്തിൽ കഥമെനഞ്ഞിരുന്ന സിനിമാ കാലഘട്ടത്തിൽ തൻ്റെ ഓരോ സ്ത്രീ കഥാപാത്രങ്ങൾക്കും കൃത്യമായ വ്യക്തിത്വം നൽകിയിരുന്ന കലാകാരൻ മലയാള സിനിമയിൽ തീർത്തുവെച്ച അടയാളപ്പെടുത്തലുകൾ. AK ലോഹിതദാസ് എന്ന സംവിധായകന്റെ തിരക്കഥാകൃത്തിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീ കഥാപാത്രന്മാരാണ്? താഴെ കമന്റ് ചെയ്യുക.